കൊള്ളാം. ഈ സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം. പണ്ട് ഞങ്ങളുടെ കാലത്തെ ഈ മെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു വെട്ടം. അന്ന് മെഴുകുതിരിയൊക്കെ ഉണ്ട്. മെഴുകുതിരിയൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. സ്വിച്ചിട്ട് കത്തുന്ന അതൊരു കാര്യം പ്രത്യേകം നിങ്ങളെ കൈ കിട്ടിയ ഒരു കാര്യം പ്രത്യേകം ചോദിക്കാനുണ്ട്. എന്തായിരുന്നു? ഈ ആപ്പിൾ തലയിൽ വീണെന്ന് പറഞ്ഞ സംഭവം അത് ഉള്ളതാണോ തള്ളാണോ? എവിടെ പോയാലും ഈ ഒരു ചോദ്യമാണല്ലോ. ആപ്പിള് എന്റെ തലയിലല്ല സബി വീണത്. പിന്നെ പണ്ട് ഞാൻ എന്റെ വീടിനടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. വൂൾസ്റ്റോപ്പ് മാനർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലം. അപ്പൊ അവിടെ അടുത്തിരിക്കുന്ന ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ ആപ്പിള് താഴേക്ക് വീണു. എന്റെ തലയിലാണ് വീണെങ്കിൽ ആ വേദനയും കൊണ്ടിരുന്നേനെ. ഇത് അടുത്ത് വീണപ്പോ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു? വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും അല്ലെ മേലോട്ട് പോവാതെ താഴേക്ക് തന്നെ വീണു. അതാണ് പിന്നീട് നമ്മൾ ആ ചിന്തയിൽ നിന്നാണ് നിയമങ്ങൾ ഈ ഗുരുത്വാകർഷണം അല്ലേ കൊണ്ടത്. ഞങ്ങളുടെ മുമ്പിലാണ് വീണെങ്കിൽ ഞങ്ങൾ ആപ്പിട് തിന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയാണ്. അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. ഈ ഒന്നാം ചലന നിയമമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ചലന നിയമങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. സിമ്പിൾ ആയിട്ട് പറയാമോ? സബി ഇപ്പൊ ഇവിടെ ഇരിക്കുവല്ലേ, ഈ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് ഒരാൾ സബീനെ തള്ളിയാല് ഒരു അനക്കം, അതിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സബിക്ക് ഇപ്പൊ KSRTC ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അത് ബ്രേക്ക് ചവിട്ടിയാലും ചവിട്ടാറുണ്ട്. അപ്പൊ നമ്മളൊരു ആക്കം വരും. അതാണ്, അതായത് നമുക്കൊരു വസ്തുവിന് അത് ഏത് സ്ഥിതിയിലാണോ നിൽക്കുന്നത് അതിൽ തന്നെ തുടരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് ഒന്നാം ചലന നിയമം. ഒന്നാമത്. ഈ രണ്ടാമത് ചലന നിയമം നമ്മൾ ഭയങ്കര ഇക്വേഷനെ കുറിച്ച് F=ma എന്നൊക്കെ പഠിക്കാറുണ്ട്. എന്താണത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ അത് അതിന്റെ ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടാണുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ KSRTC ബസ്, ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇതിനെ ഒരു പ്രത്യേക ഒരു ആക്സിലറേഷനിൽ തള്ളണം, ഒന്ന് നീക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അതേസമയം ഇതൊരു ചെറിയൊരു കാറോ സൈക്കിളോ ആണെങ്കിൽ തള്ളാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഫോഴ്സ് അത്ര മതിയാവും. അതായത് ഭാരം കുറഞ്ഞ വസ്തുവിനെ ഒരു ആക്സിലറേഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് ഫോഴ്സ് മതി. ഇത് നേരെ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ആണല്ലോ അതിന് ഇത്രയേ വേണ്ടൂ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ആഴത്തിൽ പഠിച്ചാൽ നല്ലത്. മൂന്നാം ചലന നിയമം നിങ്ങളത് വളരെ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സിനിമ ഡയലോഗ് അല്ലല്ലേ? സിനിമ ഡയലോഗ് അല്ല, അത് പ്രകൃതിയിലൊരു ഡയലോഗാണ്. അതായത് ഒരു എളുപ്പത്തിന് പറയുകയാണെങ്കിൽ സബി വഞ്ചി തുഴയുകയാണെങ്കിൽ അല്ലെങ്കിൽ നീന്തുവാണെങ്കിൽ നമ്മൾ വെള്ളത്തെ പിറകോട്ട് തള്ളും. വെള്ളം നമ്മളെ ഫ്രണ്ടിലോട്ട് തള്ളുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വഞ്ചിയൊക്കെ എല്ലാം, വഞ്ചി ആയാലും നീന്തലായാലും നമ്മൾ നടക്കുന്നത് പോലും അതുകൊണ്ടാണ്. കൊള്ളാം. ഓക്കെ, അപ്പൊ ഇതുപോലെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇഷ്ടം പോലെ മാത്തമാറ്റിക്സിലുണ്ട്, കളർ തിയറി, കളർ വീലിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും, മാത്സ്, സയൻസ്, അങ്ങനെ ഞാൻ കൈവെക്കാത്ത മേഖലകളില്ല ശരിക്കും. ഇല്ല. അപ്പം